ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പേര് Saran Jith. ഞാൻ ആക്ടറാണ്, ആക്ടർ ട്രെയിനറാണ്. ഇപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്, സിഫ സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാഡമി. ഇവിടുത്തെ ആക്ടിങ് സ്റ്റുഡൻസിന് രണ്ടാഴ്ചത്തെ ആക്ടിങ് വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ റൈറ്റ് നൗ ബിക്കോസ് ഐ ഫീൽ ദ വാംത്ത് ഓഫ് ദ സ്റ്റുഡൻസ്. അവരുടെ വല്ലാത്ത ഒരു സ്നേഹവും ഒക്കെ ലൈക്ക് ഐ ക്യാൻ ഫീൽ ദാറ്റ് റൈറ്റ് നൗ. It's always very happy to see an actor becoming a better actor or a person becoming an actor. അവരുടെ ആ ഒരു ജേർണി ഉണ്ടല്ലോ, ആ ഒരു ജേർണി എന്നെ സംബന്ധിച്ചിടത്തോളം ഐ തിങ്ക് ഇറ്റ്സ് മൈ ട്രിപ്പിംഗ്. അവർ ഒരു സാധാരണ ഒരാളിൽ നിന്ന് ഒരു വർക്ക് ചെയ്ത് ഐ വർക്ക് വിത്ത് ദം, ദേ വർക്ക് ഈച്ച് അതർ ആൻഡ് സ്ലോലി ദേ ബിക്കംസ് ആൻ ആക്ടർ. സോ അതൊരു ഇറ്റ്സ് ആൻ അമേസിങ് ഫീലിംഗ് വെരി പേഴ്സണലി ബീങ് എ ട്രെയിനർ. അതിനകത്ത് ശ്രദ്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം, കുട്ടികൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, എസ്പെഷ്യലി തിയേറ്ററിൽ അത്രയും പ്രശ്നങ്ങൾ വരാറില്ല, എന്നാലും സിനിമയ്ക്ക് വേണ്ടി, സിനിമയിൽ സ്ക്രീൻ ആക്ടിങ്ങിന് വേണ്ടി, സിനിമയിൽ എത്താൻ വേണ്ടി ഇവർ ആക്ടറാണ് എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ആക്ടറാണെന്ന് കരുതി ഇവർ ചേസ് ചെയ്യുന്നുണ്ട്. ഇവർ ഓരോ ഡയറക്ടേഴ്സിനെയും സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്, ഉറപ്പായിട്ടുമുണ്ട്. ബട്ട് അത് ചേസാണ്. അത് ലൈക്ക് ഞാൻ പറയുന്നത്, ഈ ചേസിങ് ആണ് ഒരു ആക്ടറാവാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യേണ്ടതെന്നുള്ളൊരു തെറ്റിദ്ധാരണ മൊത്തത്തിലുണ്ട്. ആക്ടേഴ്സിനെ, ഡയറക്ടേഴ്സിനെ പോയി കണ്ട് അവരുടെ ചാൻസ് ചോദിച്ച് അതിൻ്റെ ഒക്കെ സിറ്റുവേഷൻ ആഫ്റ്റർ എഫക്റ്റൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ ദാറ്റ് വിൽ ബി ഗോയിങ് ഇൻ ദാറ്റ് ഡയറക്ഷൻ. ബട്ട് അതല്ല വേണ്ടത്. ആസ് ആൻ ആക്ടർ യു നീഡ് അനദർ പ്രിപ്പറേഷൻ ടു ബി ആൻ ആക്ടർ. സോ എന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കുട്ടികൾക്ക് പൊതുവിൽ നോർമലി ഉണ്ടാവുന്നില്ല. കൂടുതലും കണ്ടിട്ടുള്ളത് ഇവിടെയാണ്, കേരളത്തിലാണ്. ആളുകൾ സിനിമ മോഹമായിട്ട്, ആക്ടറാവാൻ വേണ്ടി മോഹമായിട്ട് പറയുമ്പോൾ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, പല ആളുകളും ആക്ടറാവാൻ വേണ്ടി വരുന്നത്. ഞാൻ ഇവരോട് തന്നെ ചോദിക്കുന്നത്, ഇപ്പോൾ ആളുകളോട് തന്നെ ചോദിക്കുന്നത്, നിങ്ങൾ ആക്ടറാവാൻ തീരുമാനിച്ചിട്ടുള്ളത് സിനിമയുടെ ഒരു കളറാണോ, അതോ ഓർ യു വാണ്ട് ടു ബി ആൻ ആക്ടർ, അതിൻ്റെ ഒരു ലൈം ലൈറ്റ് ആണോ നിങ്ങളെ അതിലേക്ക് മോഹിപ്പിക്കുന്നത്, ഓർ യു റിയലി വാണ്ട് ടു ബി ആൻ ആക്ടർ എന്നുള്ളതാണോ എന്ന് ആസ്ക് ദ ക്വസ്റ്റ്യൻ യുവർ സെൽഫ് എന്ന് ഇവരോട് ഇപ്പോഴും പറയുന്നതാണ്. സോ അവിടെയാണ് ഈ പ്രിപ്പറേഷൻ്റെ ഇൻറ്റൻസിറ്റി വരുന്നത്. ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ് ഡേവിഡ് ബ്ലെയിൻ എന്ന് പറയുന്ന ഒരു മജീഷ്യൻ ഉണ്ട്. സ്ട്രീറ്റ് മജീഷ്യൻ ആണ്, ലൈക്ക് എൻഡ്യൂറൻസ് പെർഫോമറാണ്, എക്സ്ട്രീം മജീഷ്യൻ ആണ്. അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തെ പല പേരിലാണ് വിളിക്കുന്നത്. അദ്ദേഹം ഭയങ്കര സൂപ്പർ നാച്ചുറലായിട്ട് ഉള്ള പല പെർഫോമൻസുകളും അദ്ദേഹം ചെയ്യുന്നതായിട്ട് നമ്മൾ പല ആളുകൾ, സാധാരണ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര എന്താ പറയുക, സംതിങ് ബിയോണ്ട് ഹ്യൂമൻ എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം പെർഫോം ചെയ്യുക. കഴുത്തിൽ കയറിട്ട് ചാടുക, എന്നിട്ട് അതിനെ ആ ഒരു മസിൽസ് കൺട്രോൾ ചെയ്തിട്ട് എങ്ങനെ, ഹൗ ഡു യു സർവൈവ് ഫ്രം ദാറ്റ് ഹാങ്ങിങ്. പിന്നെ ഐസ് ക്യൂബിനകത്ത് കുറച്ച് നേരം കിടക്കുക, ബ്രത്ത് 7 മിനിറ്റ് 8 മിനിറ്റ് 10 മിനിറ്റ്സ് ഹോൾഡ് ചെയ്യുക, സൂചി കൊണ്ട് കൈ കുത്തി പുറത്തേക്ക് എടുക്കുക, വിത്തൗട്ട് ഷെഡിങ് ദ ബ്ലഡ് എന്ന തരത്തിലുള്ള പെർഫോമൻസാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് പുള്ളി ചെയ്യുന്നൊരു പരിപാടിയാണ്, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് എന്തെങ്കിലും പെർഫോമൻസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു തവളയെ, ഒരു മീനിനെ അബ്ഡോമിനൽ മസിൽസ് കൺട്രോൾ ചെയ്ത് പുള്ളി പുറത്തേക്ക് ടേൺഡ് ഹിസ് അബ്ഡോമിനൽ like stomach into a biological aquarium, so he can really control his abdominal muscles. By practicing he took the control of it. So ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടായി, ഡേവിഡ് ബ്ലെയിൻ, എങ്ങനെയാണ് നിങ്ങൾ ഇത്തരം ഈ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നത്, എങ്ങനെ, ഹൗ ഡിഡ് യു ഗെറ്റ് ഓൾ ദിസ് ഈ ഗിഫ്റ്റ് ഓർ ദ ബ്ലെസ്സിങ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈസ് വെരി, ഐ എം എ ഫാൻ ഓഫ് ഹിം. സോ he says, I'm just a normal man like you, but the point is, who the hell want to spend 13 years to perform 2 minutes of act? 2 മിനിറ്റുള്ളൊരു പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 13 വർഷം പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറുള്ള ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ 2021 2035 നടക്കാൻ പോകുന്ന ഒരു 2 മിനിറ്റുള്ളൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് പെർഫോം ചെയ്തത് ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ട് വരുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പല ആളുകൾ റെഡിയല്ല പ്രിപ്പയർ ചെയ്യാൻ. സോ ദേ തിങ്ക്, കുറച്ച് ആൾക്കാർ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്, ആളുകളോട് ചാൻസ് നോക്കി നടക്കുന്നതാണ് ആക്ടർ എന്നുള്ളത്. ചില ആളുകൾക്ക് ഇത് പിടി കിട്ടിയതുണ്ട്, ബട്ട് ദേ ഡോണ്ട് നോ ഹൗ ടു ഡു ഇറ്റ്. അതിലും വരുന്നത് സിമ്പിളി ഇതുപോലെയാണ്. ഒരു ആക്ടർ എന്ന് പറയുന്നത് ഒരു മ്യൂസിഷ്യനാണ്. നമ്മൾ ഒരു ഫ്ലൂട്ട് വായിക്കുന്ന ഒരാളെടുത്ത്, അല്ലെങ്കിൽ ഗിറ്റാർ വായിക്കുന്ന ഒരാളെടുത്ത്, അയാളുടെ ഇൻസ്ട്രുമെൻറ്റിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതിനകത്ത് നമ്മൾ റെസ്പെക്റ്റ് ഇല്ലാണ്ട് അതിനൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം
ഹി വിൽ കിൽ യു അല്ലേ, ഓൾമോസ്റ്റ് നമ്മൾ ഗെറ്റ് ബീറ്റൺ അപ്പ് ദെയർ. സോ അത് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വെപ്പൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം, നമ്മുടെ ബോഡിയാണ്. ഹൗ വെൽ യു ആർ ട്രീറ്റിങ് യുവർ ബോഡി, യുവർ വെപ്പൺ. എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കൊണ്ടുപോകുന്നത്, നിങ്ങളുടെ ഇൻസ്ട്രുമെൻ്റ് അതാണ്. ആസ് ആൻ ആക്ടർ ബോഡി ഇതെത്ര കറപ്റ്റഡ് ആണ് ഇൻ എ വേ നമ്മുടെ ബോഡി. നമ്മൾ ഒരു ചെറിയ ഒരു പെൺകുട്ടി ജനിച്ചു വീഴുമ്പോൾ കുട്ടിയോട് നമ്മൾ പൊതുവെ പറയാറുള്ളതാണ്, നല്ല പെൺകുട്ടികൾ പതുക്കെ സംസാരിക്കുള്ളൂ എന്ന് നമ്മൾ പൊതുവെ പെൺകുട്ടിയോട് പറയാം. അത് ആ കുട്ടിയോട് ചെയ്യുന്ന, അയാളുടെ വോക്കൽ കോഡിനോട് ചെയ്യുന്ന ഒരു ചതിയാണ്. അയാൾ ഈ ഒരു പെർഫോമറായിട്ട് അയാൾ വരികയാണെന്ന് അയാളുടെ വോക്കൽ കോഡ് അത്രയും ചുരുങ്ങിയാൽ പതുക്കെ സംസാരിക്കുള്ളൂ. പിന്നെ ഒരു ആൺകുട്ടി നമ്മൾ പറയാം, ഭയങ്കര മാൻലി ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആൺകുട്ടികൾ ഒരിക്കലും ഇമോഷണൽ ആവില്ല, കരയില്ല എന്ന് പറയാറുണ്ട്. സോ അത് ആസ് ആൻ ആക്ടർ, ഇഫ് ഹി വാണ്ട് ടു ബിക്കം ആൻ ആക്ടർ ഇൻ ഹിസ് ഫ്യൂച്ചർ, അങ്ങനെ ഒരു അവസ്ഥയിൽ വരുന്ന സമയത്ത് അങ്ങനെ ജീവിച്ച ഇമോഷനെ സ്റ്റോപ്പ് ചെയ്ത് അത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിനോട് ചെയ്യുന്ന, സോ അങ്ങനെ കറപ്റ്റഡ് ആണ് ഇന്നവേ നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മൾ നിൽക്കുന്ന ചുറ്റുപാടിലെല്ലാമായിട്ട് നമ്മൾ ഇന്നവേ കറപ്റ്റഡ് ആണ്. സോ ആക്ടർ ട്രെയിനിങ്ങിൽ വരുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് അൺലേൺ. ഹൗ ഡു യു അൺലേൺ തിങ്സ് ദാറ്റ് യു സോ ഫാർ ലേൺഡ്, ദാറ്റ് യു സോ ഫാർ അക്വേർഡ് ടു യുവർ ഇൻസ്ട്രുമെൻറ്റ്. ഹൗ ഡു യു ടേക്ക് ദാറ്റ് തിങ് ഓഫ് ഫ്രം യു. സോ അതിൽ അൺലേൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ വേർഡാണ്. സോ യു നീഡ് ട്രെയിനിങ് ടു അൺലേൺ തിങ്സ് ഇൻ ഓർഡർ ടു ഗിവ് the best performance, to become a better actor in your life. സോ നിങ്ങൾക്ക് അറിയണം നിങ്ങളുടെ ഇൻസ്ട്രുമെൻ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ആർക്കെങ്കിലും അറിയോ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ഇതാണ്, ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ഇതാണ്. ഈ ഇൻസ്ട്രുമെൻറ്റിൽ ഒരു ഐഫോൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് നോക്കും എൻ്റെ മാനുവൽ എന്നാണ്. പക്ഷേ നമ്മുടെ ഈ ഇൻസ്ട്രുമെൻ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ ശബ്ദം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ആക്ടർ, ഒരു പെർഫോമർ, ഒരു ഓഡിയൻസിനെ പോയി ടച്ച് ചെയ്യുന്നത്, ഹൗ ദാറ്റ് മാജിക് ഹാപ്പൻസ് എന്നുള്ളിടത്താണ് ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ ആ ഒരു കൾച്ചർ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ. കോവിഡൊക്കെ അതിന് ഇന്നവേ ഹെൽപ്പ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഭയങ്കരമായിട്ടൊരു ട്രെഡ്മില്ലായിരുന്നു. പെർഫോമൻസ് ഉണ്ടാക്കുന്ന, ഷോകൾ ഉണ്ടാക്കുന്ന, സിനിമകൾ ഉണ്ടാക്കുന്ന ഒരു ട്രെഡ്മിൽ പോലത്തെ ഒരു സാധനത്തിലേക്ക് നമ്മൾ മാറിയിരുന്നു. പ്രൊഡക്ഷൻ. ബട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രിപ്പയർനെസ്, അതിൻ്റെ ക്വാളിറ്റി ഓഫ് ദ പെർഫോമൻസിലേക്ക് ഫോക്കസ് ചെയ്യാൻ അവസരം കിട്ടിയത് കൊണ്ടൊക്കെ ആയിരിക്കണം. മേ ബി ഐ എം ടേക്കിംഗ് ദിസ് ഇൻ എ പോസിറ്റീവ് വേ, വിത്ത് പാൻഡമിക്. സോ വി ഹാഡ് ടൈം ടു തിങ്ക് അബൌട്ട് ഇറ്റ്, അവർ പെർഫോമൻസ് ആൻഡ് ഓൾ. സോ അതിൻ്റെ റിസൾട്ടും കൂടിയിട്ടായിരിക്കണം ഒരുപാട് പേര് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നുണ്ട്. ടു ബി ആൻ ആക്ടർ ദേ ആർ ഗെറ്റിംഗ്, കാരണം ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന ആക്ടേഴ്സ് ദേ ആർ ഗിവിങ് ദ പെർഫോമൻസ് ഇൻ ടു ദ നെക്സ്റ്റ് ലെവൽ. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അതുവരെ കണ്ടിരുന്നതല്ല, ദർ ഈസ് സംതിങ് മാജിക് ഈസ് ഹാപ്പനിങ് വിത്ത് ദോസ് പീപ്പിൾ എന്നുള്ളത്. സോ ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കാർ ഓടിക്കുന്ന പോലെയാണ്, നിങ്ങൾക്ക് കാർ ഓടിക്കാം. അതിന് കാർ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈവറാവാം, അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഒരുപാടായിട്ട്. ബട്ട് വെൻ യു ഗെറ്റ് ഇൻ ടു എ ന്യൂ ടെറൈൻ, ഒരു പുതിയ സ്ഥലത്ത് എത്തുന്ന സമയത്ത്, വെൻ ഇറ്റ് ഗെറ്റ് സ്റ്റക്ക്, യു ഡോണ്ട് നോ ഹൗ ടു വർക്ക് അഗെയിൻസ്റ്റ് ഇറ്റ്. യു ഡോണ്ട് നോ ഹൗ ടു, വെൻ യു ഗെറ്റ് എ ന്യൂ ക്യാരക്ടർ, പെക്യൂലിയർ ക്യാരക്ടർ, എന്തെങ്കിലും സ്പെഷ്യൽ ഫീച്ചേഴ്സുള്ള ക്യാരക്ടർ കിട്ടുമ്പോൾ യു ഡോണ്ട് നോ ഹൗ ടു വർക്ക് ടുവേർഡ്സ് ദാറ്റ്. സോ ദിസ് ഈസ് എല്ലാ ആക്ടേഴ്സും ഉണ്ടാവുന്നത്, ട്രെയിനിങ് ഉണ്ടാവുന്ന അയാളിൽ നിന്നാണ്. ഓരോ ആക്ടർ ഉണ്ടാവുന്നത് ഓരോ പെർഫോമൻസിൽ നിന്നാണ്. ഈ ട്രെയിനിങ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് യുണീക്കായി മാറാത്തത്. ഒരു യുണീക്ക് പെർഫോമൻസിലേക്ക് അത് പോകാൻ പറ്റാത്തത് ഈ ട്രെയിനിങ്ങിൻ്റെ ലാക്നെസ് ആണെന്ന് ഞാൻ കരുതുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ വി ടെൻ ടു കോപ്പി തിങ്സ് ഫ്രം വാട്ട് വി സീ. നമ്മൾ കാണുന്നതിൽ നിന്നൊരു കോപ്പി ചെയ്തൊക്കെ നമ്മൾ പെർഫോം ചെയ്ത് പോകും. ആ ഒരു സാധനം നമ്മളിലുള്ളത് കൊണ്ട് തന്നെ, ആക്ടറിൻ്റെ ഒരു സ്കില്ലുള്ളത് കൊണ്ട് തന്നെ. ബട്ട് വൺസ് യു ഗെറ്റ് ട്രെയിൻഡ്, that training will help you to find the actor in you. That's the important thing. Once you get trained, that's the word. Once you get trained, the training will help you. I want to say one more word in between. If you get trained at the right place with the right person, it will help you to find the actor in you. So നിങ്ങളിൽ നിന്നാണ് ഒരു നടൻ ഉണ്ടാവേണ്ടത്. നിങ്ങളാണത് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്കേ അറിയൂ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് യു വെൻ യു പെർഫോം. നോബഡി ഹാവ് എനി ക്ലൂ അബൌട്ട് ഇറ്റ്. സോ നിങ്ങൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് ധാരണയുള്ളൂ. സോ യു ഹാവ് ടു ഫൈൻഡ് ദ ആക്ടർ ഇൻ യു. സോ ദാറ്റ്സ് വാട്ട് ഐ ഡു വിത്ത് മൈ അസ്പയറിംഗ് ആക്ടേഴ്സ് ഹു വാണ്ട് ടു ഗെറ്റ് വർക്ക് വിത്ത് മീ, ഗെറ്റ് ട്രെയിൻഡ് വിത്ത് മീ. സോ യാ, കഴിഞ്ഞൊരു 12-14 ദിവസങ്ങളായിട്ട് ഞാനിപ്പോൾ ഞങ്ങൾ ഇവിടെ ആക്ടിങ് സ്റ്റുഡൻസിന്, സിഫേൽ ആക്ടിങ് സ്റ്റുഡൻസിനോട് വർക്ക്ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് സോ ഹാപ്പി ടു ബി വിത്ത് ദം. ലൈക്ക് ലാസ്റ്റ്
ലാസ്റ്റ് 2 weeks. അവർ ദ വേ ദ ട്രസ്റ്റ് മീ, അത് ഉറപ്പായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അവർ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അത് ഐ അപ്രീഷിയേറ്റ് ദാറ്റ് ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ്. ഐ ഓൾറെഡി ഷോഡ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദം ഫോർ ട്രസ്റ്റിംഗ് മീ ഇൻ ഇറ്റ്. ആൻഡ് ഐ ഹോപ്പ് എല്ലാവരെയും, ഒരാളെയും വിടാതെ, 20 പേരുണ്ടായിരുന്നു, പക്ഷേ 20 പേരെയും ഇൻഡിവിജ്വലി ടച്ച് ചെയ്യാൻ പറ്റിയെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇന്നിരിക്കുന്നത്. അപ്പോൾ വർക്ക്ഷോപ്പ് കഴിഞ്ഞിരിക്കുന്നൊരു മൊമെൻ്റാണ്. ഐ എം ഫീലിംഗ് വെരി very it's an, how do you say, it's an overwhelming feeling, it's that, that. സോ അവർ ഒരു ബെറ്റർ പേഴ്സൺ, ഒരു ബെറ്റർ ആക്ടർ എന്നുള്ള രീതിയിലേക്ക് മാറി എന്നുള്ളത് തന്നെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അത്തരമൊരു കൾച്ചർ കൊണ്ടുവരാൻ സിഫ കൂടി ഭാഗമാവുന്നു കേരളത്തിൽ എന്നുള്ളത് ഇറ്റ്സ് ഓൾവേസ് വെൽക്കമിങ്. കാരണം ബിക്കോസ് ഐ എം എ പേഴ്സൺ ഹു ഓൾവേസ് ലുക്ക് ഫോർവേഡ് ഇൻ ടു ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ആക്ടിങ്ങിനെ അത്രമേൽ ഇഷ്ടമുള്ള ഒരാളെന്നുള്ള രീതിയിൽ, അതിനൊരു ആർട്ട് ഫോമായിട്ട് കാണുന്ന, ആക്ടിങ് ഇറ്റ് സെൽഫ് ഒരു ആർട്ട് ഫോം എന്നുള്ള രീതിയിൽ കാണുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഉറപ്പായിട്ടും അത്തരമൊരു കൾച്ചർ കൊണ്ടുവരുന്ന സിഫയ്ക്കും ഒരുപാട് താങ്ക്സ് ബേസിക്കലി. ആൻഡ് ടു ദി എൻറ്റയർ സ്റ്റുഡൻസ് ഓഫ് സിഫ ആൻഡ് ആക്ടിങ് സ്റ്റുഡൻസ്, എസ്പെഷ്യലി ടു ദി ആക്ടിങ് സ്റ്റുഡൻസ്. അവിടെ വേറെയും സ്റ്റുഡൻസ് ഉണ്ട്, DOP, ഡയറക്ഷൻ, ബ്ലാ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർ കൊടുക്കുന്നുണ്ട്. ദേ ആർ ഗിവിങ് ഫാക്കൽറ്റീസ്, ഗുഡ് ഫാക്കൽറ്റീസ് ടു ദ സ്റ്റുഡൻസ്. അപ്പോൾ എന്തായാലും അവർക്ക് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് be an actor always. It's a very emotional feeling. So thank you so much for the trust in me, and thank you Sifa for inviting me, and looking forward. Thank you.